സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കാതായതോടെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. എസ് ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇനിയും ചൂട് വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശക്തമായ മഴ ലഭിക്കാത്തതാണ് ഇതിന് പ്രധാനമായ കാരണം. എന്തായാലും ഇനിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എപ്രകാരമാണ്? രോഹിണി, സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്. താപനില മിക്ക ജില്ലകളിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 35 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പ്രതിദിന താപനില, അതായത് പകൽ സമയത്ത് താപനില മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ നിർദ്ദേശം ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ തന്നെ നൽകുന്നത്. വരുന്ന 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം നോക്കുകയാണെങ്കിൽ 5 ദിവസവും വേനൽ മഴ കുറയും, പകരം വേനൽ കഠിനമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകൾക്ക് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. താപനില ക്രമാതീതമായി ഉയരും. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കണമെന്നുള്ള പ്രത്യേക ജാഗ്രത നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ നിർജ്ജലീകരണം, സൂര്യാഘാതം, സൂര്യാതാപം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഈ ഇടിമിന്നൽ സാധ്യത മുന്നറിയിപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നുണ്ടായിരുന്നു വേനൽമഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ. പക്ഷേ വരുന്ന 5 ദിവസത്തേക്കുള്ള സാധ്യതാ പ്രവചനത്തിൽ മഴയ്ക്ക് ശമനമുണ്ടാകും, പകരം വെയിൽ കഠിനമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതകൾ പാലിക്കുക, ഒപ്പം തന്നെ ഈ പരമാവധി നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തായാലും സൂര്യാഘാതം, സൂര്യാതാപം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് അതികഠിനമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇടുക്കി, കൊട്ടാരക്കര അടക്കമുള്ള മേഖലകളിൽ UV ഇൻഡെക്സ് 11 മുകളിലേക്ക് പോകുകയും റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ആ സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. മിക്ക ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് ഈ അൾട്രാവയലറ്റ് തോത് ഉയരുന്ന സാഹചര്യത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുറപ്പെടുവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എന്നീ മുന്നറിയിപ്പുകൾ കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. തീപിടുത്തത്തിനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതയും ജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും വേനൽ മഴയ്ക്ക് ശമനമുണ്ടാകുന്ന സംസ്ഥാനത്ത് വേനൽ അതികഠിനമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്ന മുന്നറിയിപ്പ്. രോഹിണി.